പ്രിയ മേഡം രാശിക്കാരെ, ഇന്ന് നിങ്ങൾക്ക് ധാരാളം സന്തോഷവും സമാധാനവും ലഭിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ പിരിമുറുക്കങ്ങൾക്ക് ശേഷം ചന്ദ്രൻ ചിങ്ങം രാശിയോട് അടുക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾ ഗണ്യമായി ശാന്തരാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുമായി സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കും. അതിനാൽ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. കുടുംബത്തോട് ശ്രദ്ധ കുറഞ്ഞതിന് പരിഹാരം കാണുക. കൂടാതെ സ്വയം ആസ്വദിക്കാൻ മടിക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം നഗരത്തിൽ പോയി ദിവസത്തെ സമ്മർദ്ദങ്ങൾ മറക്കുക. ഇന്ന് വയലറ്റ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. നിങ്ങൾക്ക് ദിവസത്തിലെ ശുഭസമയം രാവിലെ 9 മണി മുതൽ 11 മണി വരെയാണ്. ഈ വർഷം ശനി നിങ്ങളുടെ ജാതകത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനാൽ അത് നിങ്ങളുടെ വികാരങ്ങളെ സ്ഥിരപ്പെടുത്താനും ആന്തരിക തടസ്സങ്ങൾ നീക്കാനും സഹായിക്കും. പ്രതിവിധി: താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകൃതിയിൽ സമയം ചെലവഴിക്കാൻ ശുപാർശ ചെയ്യുന്നു. പ്രിയ ഇടവം രാശിക്കാരെ, ചിങ്ങം രാശിയിൽ ചന്ദ്രന്റെ സംക്രമണം കാരണം നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും നൽകേണ്ടതുണ്ട്. നിങ്ങളുടെ ജോലികൾ പൂർത്തിയാക്കാൻ പോസിറ്റീവ് ഊർജം നേടുന്നതിന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നു. സാധാരണ ജീവിതം നിങ്ങളെ തളർത്തുന്നുണ്ടെങ്കിൽ ഒരു ദിവസം പുറത്തു പോകാനും നിങ്ങൾക്ക് പദ്ധതിയിടാം. പ്രകൃതിയുടെ മടിത്തട്ടിൽ സമയം ചെലവഴിച്ച് നിങ്ങളുടെ ഊർജം പുനരുജ്ജീവിപ്പിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ചെലവഴിക്കുന്ന സമയം നിങ്ങളെ വിശ്രമിക്കാനും നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും. തവിട്ടുനിറം ഇന്ന് നിങ്ങളുടെ ഭാഗ്യനിറമാണ്. ഇത് നിങ്ങളുടെ ഊർജ്ജസ്വലതയും ശാന്തതയും വർദ്ധിപ്പിക്കും. കൂടാതെ നല്ല ഫലങ്ങൾക്കായി വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യാൻ പദ്ധതിയിടുക. ഈ വർഷം രാഹുവിന്റെ വർദ്ധിച്ച സ്വാധീനത്തിൽ താരസിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നത് ചില വസ്തുക്കൾ ധരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് വെക്കുന്നത് അനുകമ്പയും വൈകാരിക വ്യക്തതയും പ്രോത്സാഹിപ്പിക്കുമെന്നാണ്. പ്രതിവിധി: ഒരു വിശ്രമിക്കുന്ന ഇടവേള എടുക്കുക. പ്രിയ മിഥുനം രാശിക്കാരെ, ചിങ്ങം രാശിയിലെ ചന്ദ്രന്റെ സ്ഥാനം മുന്നോട്ടു പോകാനും പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ പൂർത്തിയാക്കാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. തൽഫലമായി ഇന്ന് നിങ്ങൾക്ക് മാനസികമായി സ്ഥിരതയുള്ള ഉൽപ്പാദനം തുടരാൻ സാധ്യതയുണ്ട്. കൂടാതെ നാളത്തേക്കുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും കഴിയും. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റെല്ലാം ഷെഡ്യൂൾ അനുസരിച്ച് മുന്നോട്ടു പോകും. അത്തരം മികച്ച അവസരങ്ങളിൽ നിങ്ങളുടെ ബൗദ്ധിക കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഉപദേശിക്കുന്നത് സാഹചര്യങ്ങളെ ഓരോന്നായി കൈകാര്യം ചെയ്യാൻ ആവശ്യമായ ആത്മവിശ്വാസമുള്ളവരായിരിക്കാനാണ്. ഏറ്റവും സംതൃപ്തികരമായ ഫലങ്ങൾക്കായി ഉച്ചയ്ക്ക് 2 മണി 15 മിനിറ്റ് മുതൽ വൈകുന്നേരം 3 മണി 50 മിനിറ്റ് വരെയാണ് നിങ്ങളുടെ ദിവസത്തിലെ ഭാഗ്യസമയം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യനിറം വൈൻ റെഡ് ആണ്. വ്യാഴം വർഷം മുഴുവൻ വികാസത്തെ സ്വാധീനിക്കുന്നതിനാൽ പുതിയ സമ്പത്ത് ആകർഷിക്കാൻ എന്തെങ്കിലും വെക്കാൻ താരാ പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഉപദേശിക്കുന്നു. പ്രതിവിധി വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയ കർക്കിടകം രാശിക്കാരെ, ചിങ്ങം രാശിയിൽ ചന്ദ്രൻ എന്നതിനാൽ നല്ല ദിവസമായി തോന്നിയേക്കാം. എന്ത് നേടണം എന്ന് ചിന്തിക്കാൻ ദിവസം നല്ല പുതിയതായി ചിന്തിക്കാം. ധാരാളം മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് ധാരാളം പരിശ്രമവും അതുപോലെ ധാരാളം പരിശ്രമമാണ്. പകരം നിങ്ങളുടെ ജോലി സ്വയം സംസാരിക്കട്ടെ. നേടണമെന്ന് ചിന്തിക്കാൻ ഇന്ന് നല്ല ദിവസമായി ചിന്ത തോന്നിയേക്കാം. മികച്ച ജോലി തുടരുക. എന്നാൽ നിങ്ങളുടെ ജോലി കുടുംബത്തെ മറക്കരുത് എന്ന് ഉറപ്പാക്കുക. അവരെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തണം. എന്ത് നേടണം എന്ന് ചിന്തിക്കാൻ ഇന്ന് ഒരു നല്ല ദിവസമായി ഇളം പിങ്കാണ്. ദിവസത്തിലെ നിങ്ങളുടെ ഭാഗ്യനിറം ഇളം പിങ്കാണ്. ദിവസത്തിലെ രാവിലെ 10 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. നിങ്ങൾ എന്ത് നേടും എന്ന് ചിന്തിക്കാൻ ആന്തരിക സമാധാനം പരിപോഷിപ്പിക്കുന്നതിനായി ആന്തരിക സമാധാനം പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ താരാ പണ്ഡിറ്റ് ജ്യോതിഷിക്കും. നിങ്ങൾ എന്ത് നേടണം എന്ന് ചിന്തിക്കാൻ ഇന്ന് നല്ല ദിവസ് ചാനൽ പഴയ സുഹൃത്തുക്കളുമായി ബന്ധം ജ്യോതിഷ് ചാനൽ വഴി നിർദ്ദേശിക്കുന്നു. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ ചിങ്ങം രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ ഒരു മത്സര മനോഭാവത്തിലായിരിക്കും. കൂടാതെ നിങ്ങളുടെ കൂട്ടത്തെ നയിക്കുകയും ചെയ്യും. നിങ്ങൾ ശ്രമിക്കുന്ന എന്തിലും വിജയിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്.
നല്ല ആശയവിനിമയവും ബൗദ്ധിക കഴിവുകളും പോലുള്ള നിങ്ങളുടെ കഴിവുകളുടെ സഹായത്തോടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് നിങ്ങൾ കൂടുതൽ അടുക്കും. വ്യക്തിപരവും തൊഴിൽപരവുമായ ബന്ധങ്ങൾക്ക് ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കാൻ നിങ്ങളുടെ യോഗ്യതയും കഴിവും നന്നായി ഉപയോഗിക്കുക. നല്ല ഭാഗ്യം ആകർഷിക്കാൻ ചാരനിറം ധരിക്കുന്നത് പരിഗണിക്കുക. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നു. കൂടാതെ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 8 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമായതിനാൽ നിങ്ങളുടെ എല്ലാ പ്രധാനപ്പെട്ട ജോലികളും ഈ സമയത്ത് ഷെഡ്യൂൾ ചെയ്യുന്നത് പരിഗണിക്കുക. രാഹുവിന്റെ നിഴൽ ഊർജം ആശയക്കുഴപ്പമുണ്ടാക്കാം. നിലയുറപ്പിക്കാൻ നിങ്ങളുടെ സ്ഥലത്ത് ഒന്നിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഒന്ന് സ്ഥാപിക്കുക. പ്രതിവിധി: ഒരു പുസ്തകം വായിക്കുക. പ്രിയ കന്നിരാശിക്കാരെ, ചിങ്ങം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ ഇന്ന് നിങ്ങളുടെ വഴിയിൽ ചില തടസ്സങ്ങൾ വന്നേക്കാം. അവയെ നേരിടാൻ സ്വയം തയ്യാറാകൂ. ചില അശുഭകരമായ വാർത്തകൾ ലഭിച്ചേക്കാം. അത് ചില അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാം. നിങ്ങൾക്കായി സമയം കണ്ടെത്തുക, സാധ്യമെങ്കിൽ ധ്യാനിക്കുക. കാരണം അത് മനോവീര്യം വർദ്ധിപ്പിക്കാനും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ നേരിടാനുള്ള ശക്തിയും ആത്മവിശ്വാസവും നൽകാനും സഹായിക്കുമെന്ന് താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ശുപാർശ ചെയ്യുന്നു. ഭാഗ്യത്തിനായി ചുവപ്പ് നിറത്തിലുള്ള എന്തെങ്കിലും ധരിക്കുക. വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ പ്രധാനപ്പെട്ട ഒന്നും ചെയ്യുന്നത് ഒഴിവാക്കുക. കാരണം അത് നിങ്ങളെ കുഴപ്പത്തിലാക്കിയേക്കാം. ഈ വർഷത്തെ ശനിയുടെ ഊർജം പുരോഗതിയെ മന്ദഗതിയിലാക്കിയേക്കാം. പ്രതിവിധി: ഒരു പുതിയ ഹോബി പരീക്ഷിക്കുക. പ്രിയ തുലാം രാശിക്കാരെ, ചിങ്ങം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം നിങ്ങൾക്ക് സമാധാനപരവും ശാന്തവുമായ അനുഭവം നൽകിയേക്കാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് സുഖം തോന്നിയേക്കാം. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബത്തോടുമൊപ്പം ഒരു അപ്രതീക്ഷിത യാത്ര പോകാൻ നിങ്ങൾ തീരുമാനിച്ചേക്കാം. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് ഈ സംക്രമണം നിങ്ങൾക്ക് ഒരു ധാരണ നൽകുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഒരു വലിയ ബന്ധം വികസിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. മുമ്പുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രശ്നം വിശകലനം ചെയ്യാനും ശരിയായ നിഗമനത്തിലെത്താനും കുറച്ച് സമയം എടുക്കാൻ ഉപദേശിക്കുന്നു. മറുവശത്ത് നിങ്ങൾക്ക് ചില വൈകാരികമായ താഴ്ചകൾ ഉണ്ടായേക്കാം. പക്ഷേ വിഷമിക്കേണ്ട, ഇത് കടന്നുപോകും. നിങ്ങൾക്ക് ഭാഗ്യം വേണമെങ്കിൽ പിങ്ക് നിറം ധരിക്കുക. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയുള്ള സമയം ദിവസത്തിലെ ഏറ്റവും ഭാഗ്യകരമായ സമയമാണ്. ശനിയുടെ ആധിപത്യത്തെ ചെറുക്കാൻ ഒരു രത്നം ഉപയോഗിക്കുക, അല്ലെങ്കിൽ 7 മുഖി ധരിക്കുക. പരിഹാരം: പതിവായി വ്യായാമം ചെയ്യുക. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ ചിങ്ങം രാശിയിലാണ്. നിങ്ങൾ നിങ്ങളുടെ നയതന്ത്രപരമായ കഴിവുകളും വൈദഗ്ധ്യവും പരിശീലിക്കണം. നിങ്ങളുടെ തെറ്റല്ലാത്ത ഒരു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ നിങ്ങൾ അകപ്പെട്ടേക്കാം. നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ തോന്നും. ഒരാളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ വളരെ സാധാരണമാണ്. പ്രധാനം അതിനെ എങ്ങനെ അതിജീവിക്കുന്നു എന്നതാണ്. നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ വിഷമകരമായ സാഹചര്യം വ്യത്യസ്തമല്ല. നിങ്ങളെ വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്ത്രമാണ്. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഉപദേശിക്കുന്നു. പ്രിയ വൃശ്ചികം രാശിക്കാരെ, നിങ്ങളുടെ ഭാഷാപരവും സാമൂഹികവുമായ കഴിവുകൾ നിങ്ങളെ ഈ സങ്കീർണമായ സാഹചര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ ചിന്താശേഷി ഉപയോഗിച്ച് ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കുക. ഈ വർഷം ശനിയുടെ ശക്തമായ സ്വാധീനം നിങ്ങളുടെ ആന്തരിക വികാരങ്ങളെ തീവ്രമാക്കുന്നതിനാൽ വ്യക്തമായ ആവിഷ്കാരത്തെ പിന്തുണയ്ക്കാൻ ശാന്തമായ സംഗീതം കേൾക്കുന്നത് നല്ലതാണ്. പ്രിയ ധനുരാശിക്കാരെ, ചിങ്ങം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളെ കാണുന്ന രീതിയെ ഇത് നല്ല രീതിയിൽ സ്വാധീനിക്കും. അവർ നിങ്ങളുടെ പ്രശംസകൾ പാടും. ഇന്ന് നിങ്ങൾ അതിൽ ആനന്ദിക്കും. നിങ്ങൾ സ്വാഭാവികമായും സാമാന്യബുദ്ധിയും ലൗകികജ്ഞാനവും ഉള്ളവനായതിനാൽ അവർ നിങ്ങളുടെ പിന്നിൽ പോലും നിങ്ങളെ അഭിനന്ദിക്കും. ഒരു കുടുംബാംഗമോ സുഹൃത്തോ നിങ്ങളോട് ഉപദേശം ചോദിക്കാൻ വന്നാൽ അവർക്ക് നല്ല ഉപദേശം നൽകുക. അല്ലെങ്കിൽ നിങ്ങൾ അവരെ നിരാശരാക്കിയേക്കാം. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നത് തൊഴിൽപരമായി വളരുന്നതിന് നിങ്ങളുടെ തൊഴിലുടമയുടെ പ്രീതി നേടാൻ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കണമെന്നാണ്. ഭാഗ്യത്തിനായി വെള്ള നിറത്തിലുള്ള എന്തെങ്കിലും ധരിക്കുക. ഉച്ചയ്ക്ക് 2 മണി 15 മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് 3 മണി 15 മിനിറ്റ് വരെയുള്ള സമയം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഈ വർഷം വ്യാഴം ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനാൽ പുതിയ അവസരങ്ങൾ ആകർഷിക്കാൻ ചില പ്രതിവിധികൾ ചെയ്യുക.
പ്രതിവിധി നന്ദി പ്രകടിപ്പിക്കുക. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് നിങ്ങൾ ശാന്തവും സമചിത്തതയുമുള്ളവരായിരിക്കണം. ചിങ്ങം രാശിയിലെ ചന്ദ്രന്റെ സംക്രമണം നിങ്ങളെ ദേഷ്യക്കാരനും ക്ഷമയില്ലാത്തവനുമാക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് ശാന്തമായിരിക്കാനും തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഒഴിവാക്കാനും ഇത് കൂടുതൽ കാരണമാണ് എന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. പകരം നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ തീർക്കുക. വലിയ ചിത്രത്തിൽ നിങ്ങളുടെ ശ്രദ്ധ നിലനിർത്തുക. ഇന്ന് നിങ്ങളുടെ മികച്ച മാനസികാവസ്ഥയിൽ അല്ലാത്ത ദിവസങ്ങളിൽ ഒന്നായിരിക്കാം. സായാഹ്ന സമയം നിങ്ങൾക്ക് നല്ലതാണ്. അതിനാൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ കുടുംബത്തോടോ ഒപ്പം സമയം ചെലവഴിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക. ദിവസത്തിലെ നിങ്ങളുടെ അനുകൂല സമയം ഉച്ചയ്ക്ക് 3 മണി മുതൽ വൈകുന്നേരം 4:30 മണി വരെയാണ്. ടർക്കോയിസ് നിറം ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറമാണ്. 2026-ൽ രാഹു അല്പം അസ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനാൽ സ്ഥിരതയ്ക്കായി നടപടികൾ സ്വീകരിക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളെ ഉപദേശിക്കുന്നു. പരിഹാരമായി സമ്മർദ്ദമുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുക. പ്രിയ കുംഭം രാശിക്കാരെ, ജോലിസ്ഥലത്ത് ഉണ്ടാകാവുന്ന തർക്കങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഉയർന്ന അധികാരികളുമായി ബന്ധപ്പെട്ടവയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞുനിൽക്കാൻ ശ്രമിക്കണം. അതീവ ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ചും ഏതെങ്കിലും പ്രോജക്റ്റിനോ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനോ അവരുടെ അനുമതി വാങ്ങേണ്ടി വന്നാൽ. ചിങ്ങം രാശിയിലെ ചന്ദ്രന്റെ സാന്നിധ്യം നിങ്ങളെ പ്രവചനാതീതരും മൂടിയും ആക്കിയേക്കാം. ക്ഷമയും നയതന്ത്രവുമാണ് ഇന്ന് നിങ്ങളുടെ 2 ആയുധങ്ങൾ. ഈ സാഹചര്യം നിങ്ങളുടെ പ്രശസ്തിയെ പ്രതികൂലമായി ബാധിക്കാനിടയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടെ മുന്നോട്ടു പോകുക. മഞ്ഞ നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യകരമാണെന്ന് സൂചിപ്പിക്കുന്നു. വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയുള്ള സമയം പ്രധാനപ്പെട്ട ജോലികൾ ഏറ്റെടുക്കുന്നതിന് ഒഴിവാക്കണം. ശനി ഊർജങ്ങളെ നിയന്ത്രിക്കുന്നതിനാൽ നിരന്തരമായ പ്രതിബദ്ധതയ്ക്കായി നിങ്ങളുടെ സ്ഥലത്ത് ഒരു അല്ലെങ്കിൽ സ്ഥാപിക്കുക. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ശുപാർശ ചെയ്യുന്നു. പ്രിയ മീനം രാശിക്കാരെ, ചിങ്ങം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ പ്രവൃത്തികളെയും തിരഞ്ഞെടുപ്പുകളെയും കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. നിങ്ങൾ മനസ്സമാധാനം തേടും. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ജോലിയുടെയും വീടിന്റെയും തിരക്കുകൾക്ക് ശേഷം വിശ്രമിക്കാൻ സമയം കണ്ടെത്തണമെന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. സമാധാനം നിങ്ങളുടെ ഉള്ളിൽ കണ്ടെത്തുക. അത് അവിടെ തന്നെ ഉണ്ടാകും. പുറത്തെവിടെയുമല്ല. ധ്യാനിക്കുക. അല്ലെങ്കിൽ ആന്തരിക വളർച്ചയിലും രോഗശാന്തിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ചേരാം. നിങ്ങൾ തീർച്ചയായും നിങ്ങളിൽ മാറ്റം കാണുകയും സന്തോഷിക്കുകയും ചെയ്യും. ഇന്ന് പച്ചനിറം നിങ്ങളുടെ ഭാഗ്യനിറമാണ്. വൈകുന്നേരം 4 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ്. ഈ വർഷം ശനിയുടെ ശക്തമായ സ്വാധീനത്തിൽ സന്തുലിതാവസ്ഥയ്ക്കായി എന്തെങ്കിലും ധരിക്കുകയോ നിങ്ങളുടെ സ്ഥലത്ത് സൂക്ഷിക്കുകയോ ചെയ്യുക. പരിഹാരം ആരോഗ്യകരമായ ഭക്ഷണം പാചകം ചെയ്യുക.